ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഫെബ്രുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. ഇപ്പോൾ അവർ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയനെ സഖാവ് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള വാശിയിലാണ്. വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരക്കാരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ദ്രൗപദി മുർമുവോടും അവർ സങ്കടം രേഖപ്പെടുത്തി. ആരെങ്കിലും നമ്മളുടെ പ്രശ്നമൊന്ന് പരിഹരിക്കൂ. ഒരു ഇടതുപക്ഷ സർക്കാരിന് അവരുടെ ഈ തൊഴിലാളികളുടെ അവരുന്നയിക്കുന്ന ആ ഒരു വിഷയത്തെ കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം? അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ CPM-ഓ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയനോ തകർന്നു പോകുന്ന, തോറ്റുപോകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ? ഗൗതം, ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇവർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഇവർക്ക് നഷ്ടപ്പെടാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വലിയേട്ട മനോഭാവമാണ് ഇവിടെ അവർക്ക് നഷ്ടമാകുന്നത്. ഈ സമരം നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന മിനി എന്ന SUCI-യുടെ നേതാവ്, ആ യുവതി എന്ന് മുതൽ ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നു അന്ന് മുതൽ, അതായത് നമ്മുടെ ഉയർച്ച കൂടുതൽ ഒരു വ്യക്തി, അയാൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തിത്വം വളരുന്നതനുസരിച്ച് അയാൾ കോമ്പറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ നിലവാരം മാറണം. ഇപ്പം ഇളമരം കരീം എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ നേതാവ്, CITUവിൻ്റെ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരു ന്യൂനപക്ഷ മുഖവുമാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം വരെയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമല്ല, അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ കരീമൊക്കെ തുടക്കത്തിൽ തന്നെ ഈ സമരത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചത് നിങ്ങൾക്കറിയാമോ? പാട്ടകുലുക്കി പാർട്ടി എന്നാണ് പറഞ്ഞത്. ഈ SUCI എന്ന് പറയുന്ന പാർട്ടി ബംഗാളിലുള്ള പാർട്ടിയാണ്. സ്വരാജ് എന്തായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? സ്വരാജിന്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ അത് എനിക്ക് കറക്റ്റായിട്ട് അലബലാദികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമരം നയിക്കുന്ന ആളുകളെ, SUCI-ക്കാരെ അത് കണ്ടതുപോലുമില്ല, ഞാനത് കേൾക്കാൻ ശ്രമിച്ചതുമില്ല. അപ്പോൾ ഇതിനകത്ത് SUCI എന്ന് പറയുന്ന പാർട്ടി ഈ ആശാവർക്കർമാരുടെ സമരം നയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണോ പിണറായി വിജയൻ അവരെ കാണാത്തത്? അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മുതൽ ഈ മാസം വരെ അവരുടെ ആവശ്യങ്ങൾ ജെന്യൂനായ ആവശ്യങ്ങളായിരുന്നില്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന പിണറായി വിജയൻ അടങ്ങുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി പരിപാടികൾക്ക് സീറ്റ് നിറയ്ക്കാൻ വന്നിരിക്കുന്ന ഈ ആശാവർക്കർമാരാണ്. ഈ ഒന്നാം പിണറായി സർക്കാരിനെ താങ്ങി നിർത്തിയ ഈ പറയുന്ന ഈ നിപ്പയ്ക്ക് എതിരെയുള്ള പ്രതിരോധം, മറ്റ് കൊറോണ വന്നപ്പോൾ ഉള്ള പ്രതിരോധം, ഇതൊക്കെ ആരാ ഇവിടെ ചെയ്തത്? ഈ ആശമാരല്ലേ? ഇതൊക്കെ അവർ മറന്നുപോയോ? ഈ കഴിഞ്ഞ ദിവസം അവരുടെ സമരത്തിൻ്റെ അവരിപ്പോൾ ഇന്നലെ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ അവർ പ്രകടനം നടത്തി. അവരുടെ ആ ഒരു കരഞ്ഞു വിളി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, സ്ത്രീകളാണ് ഈ സമരം നടത്തുന്നത്. ആശമാരെന്ന് പറയുന്ന സ്ത്രീകളാണ്, ഒരു കൂട്ടം സ്ത്രീകളാണ്. നമ്മൾ ഈ ആശമാരുടെ സമരം എത്രയോ വീഡിയോ നമ്മളിവിടെ നമ്മുടെ ഓഫീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്കത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ ഇന്നലെ ഇവിടെ പ്രസിഡന്റ് വന്നിട്ട് പോയ ദിവസമാണ്. ഇവർ സാധാരണ ഒരു ബഹളം ഉണ്ടായിട്ട് ഇവരങ്ങ് പോകുമെന്നാണ് ഈ പോലീസുകാർ വിചാരിച്ചത്. പക്ഷേ ഇവരവിടെ സമരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവസാനം അവരെ പൊക്കിയെടുത്ത് മാറ്റാൻ, കാര്യം ഈ പറയുന്ന പ്രസിഡന്റ് തിരിച്ചു വരുന്നതിന് മുമ്പ് അവർക്ക് റോഡ് ഗതാഗതം സുഗമമാക്കണം. പോലീസാകെ ബുദ്ധിമുട്ടിയില്ലേ? പോലീസിന്റെ മുന്നിൽ പോലീസ് അവസാനം എന്താ ചെയ്തത്? അവരിൽ ചിലരുടെ മേത്തുകൂടെ വണ്ടി കയറി പോകത്തക്ക രീതിയിൽ അതില് ഒരു സ്ത്രീ വല്ലാത്ത രീതിയിൽ പ്രാഗുകയാണല്ലോ. എന്താണ് അവര് പറഞ്ഞത്? അവര് പിണറായി വിജയൻ പൊടുത്തു ചാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അമ്മ, ഒരു സ്ത്രീകളുടെ ശാപം എന്ന് പറയുന്നത് ചെറിയ കേസല്ല. സ്ത്രീ ശാപം ഭയങ്കരമാണ്. അമ്മയെ ഭൂമി ദേവി എന്നൊക്കെ പറഞ്ഞാൽ അവർ പ്രാവുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വന്ന് അരപ്പട്ടിണി മുഴുപട്ടിണിയായിട്ട് കിടക്കുന്ന സ്ത്രീകളാണ് ഇവരിലൊക്കെ. പകുതിയും രോഗികളൊക്കെയാണ്. ഒന്ന് ഈ പറയുന്ന ആശാവർക്കർമാരെന്ന് പറയുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ കൊറോണ രോഗം ഇവർ സ്ഥിരമായിട്ട് പറയുന്നത് കേന്ദ്രം തന്നിട്ടില്ല, കേന്ദ്രം വരുമാനം തരുന്നില്ല എന്നുള്ളതാണ്. അല്ല, കേന്ദ്രം വരുമാനം തരുന്നതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി പോലെ ആശുപത്രികളുടെ സമഗ്ര ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. ആ MOU-ലൊന്നും ഇവർ സൈൻ ചെയ്തില്ല. ഇവർക്ക് ഈ പറയുന്ന കാവ്യവൽക്കരണത്തിനെതിരെ വിരോധം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ സ്കീമുണ്ടായിരുന്നു. ഈ NRHM വഴിയൊക്കെയുള്ള ഫണ്ട് കിട്ടാനുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന വീണ ജോർജ് പുതിയ കമ്മ്യൂണിസ്റ്റുകാരി വീണ ജോർജ് അടങ്ങിയവരൊക്കെ എന്താണ് തിരിച്ചു പറഞ്ഞിരുന്നത്? എന്താണ് ഇവർ പറഞ്ഞിരുന്നത്? ആ ഫണ്ട് കിട്ടുന്നതിന് അങ്ങനെ പറയുന്നവരൊക്കെ തന്നെയല്ലേ ഇവിടെ രണ്ടാമത് ഈ രീതിയിൽ തിരിച്ചു പറയുന്നത്.
ഇതിനകത്ത് ഇപ്പോൾ ഗൗതം എന്നോട് ചോദിച്ചു ആ സ്ത്രീ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അവർ പ്രാഗി എന്ന് പറഞ്ഞാൽ അവർ ഈ സമരം നടത്തുന്ന സമയത്ത് ഇവർ ഇട്ട് വെച്ച് കൂട്ടിയ അവർ പൈസ ഇട്ട് വെച്ച് കൂട്ടി വാങ്ങിയ ഒരു മൈക്ക് ബോക്സ്, ചെറിയൊരു ബോക്സ്, ഈ ഉച്ചഭാഷിണി പോലെയുള്ള ഇതെല്ലാം പോലീസ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രവൃത്തി വരെയാണ് പോലീസ് ചെയ്തത്. പിണറായിയുടെ പോലീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ പല കമ്മ്യൂണിസ്റ്റുകാരും ചോദിക്കുന്നത് പിണറായി ഏത് സമരത്തെ വിജയിപ്പിച്ചിട്ടുണ്ട്, പിണറായി ഏത് സമരത്തെ നയിച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് പിണറായി ഏത് നല്ലൊരു കോമ്രേഡിനെ ഈ പാർട്ടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കേഡറിനെ ഒരു കേഡറിനെ ആര് ഒരു സഖാവിനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോട്ടെ, ഒരു കേഡറിനെ ആര് പിണറായി സംഭാവന ചെയ്തിട്ടുണ്ട്, ആര് സംഭാവന ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒരു സമരം വിജയിപ്പിച്ച ചരിത്രം മുൻപന്തിയിൽ നിന്നൊരു ചരിത്രം ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ആശമാരുടെ സമരത്തിനെ പൊളിക്കാനായി അത്യന്തം ശ്രമിച്ചത് പിണറായി വിജയനും ഈ സർക്കാരുമാണ്. ഇവരിപ്പോൾ ഈ പറയുന്ന പോലെ അടുത്ത വരുന്ന നവംബർ 1 പ്രത്യേക നിയമസഭയിൽ ഇവർ ജനത്തെ പറ്റിക്കാനായിട്ട് 1800 രൂപ ഇവർ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു ആൾക്കാർക്ക് പെൻഷൻ. അത് ആരെ കണ്ണി പൊടിയിടാനാണ്? എന്നിട്ട് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹരിത എന്ന് പറഞ്ഞൊരു IAS കാരിയെ കൊണ്ട് ഇവർ അതിൻ്റെ ചെയ്യിപ്പിച്ചു. വിവരാവകാശ പ്രകാരം അത് കിട്ടിയിട്ട് പോലുമില്ല. അത് എന്താണ് ആ പ്രോജക്റ്റ് അവർ തയ്യാറായി കൊടുത്തതെന്ന് അറിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങേ ഏറ്റവും വരെ കടിച്ച് തൂങ്ങിക്കിടന്ന് വേദന നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് അവസാനമാണ് പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. ഇതാണോ പിണറായിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത്? അവസാന നിമിഷം വരെ വേദനിപ്പിച്ച് അവരെ അവർ എത്ര നാൾ കൊണ്ട് കിടക്കണം എന്നറിയാമോ? ഗൗതം ആ സെക്രട്ടേറിയറ്റിൽ ഗൗതം കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അടുത്തെങ്ങാനും പോയിട്ടുണ്ടോ? ഞാൻ 2-3 പ്രാവശ്യം അവർ ആ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. കാര്യം ഞങ്ങളൊക്കെ പോയാലും ഞങ്ങളെയൊക്കെ വാച്ച് ചെയ്യും. അവിടെയുള്ള തിരുവനന്തപുരത്തുകാരായ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വാച്ച് ചെയ്യും. കാര്യം നമ്മൾ SCCAക്കാരുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയാണ് ഇവർ നോക്കുന്നത്. കാര്യം നമുക്ക് മറ്റ് ഇടതുപക്ഷ സംഘടനയിലെ സുഹൃത്തുക്കളുമുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇവരുമായിട്ടൊക്കെ എന്ത് അടുപ്പം എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊന്നുമല്ല ഇതിനകത്തുള്ളത് SCCA എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ സമരത്തിനെ ഏറ്റെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അതുകൊണ്ടാണ് CPM. കാര്യം അവരെ മുന്നിൽ തോക്കും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്. CITU തന്നെ ഇവരുന്നയിക്കുന്ന ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും സമരം നയിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ ശമ്പളം ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇവിടെ അത് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവർക്ക് ഇവിടെ SCCA ആണ് ഈ സമരരംഗത്തുള്ളത് എന്നുകൊണ്ടാണ്. മറ്റ് പല സ്ഥലങ്ങളിലും സർക്കാരുകൾ, ഇപ്പം പുതുച്ചേരിയിലായിക്കോട്ടെ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ തന്നെ വർദ്ധിപ്പിക്കുന്ന 22,000 ഒക്കെ ആക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ 2021 പ്രകടന പത്രികയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കീം വർക്കേഴ്സ്, ആശാ വർക്കർമാർ അതിന്റെ കീഴിൽ വരുന്നതാണ്. അവരുടെ മിനിമം കൂലി എന്ന് പറയുന്നത് 800 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അതേ പ്രത്യയശാസ്ത്രമായിട്ട് നിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഈ സമരം നയിക്കുന്നത് എന്നതാണ് മെയിൻ കാരണം. അവർക്ക് മുമ്പിൽ തോറ്റുപോകുമോ, CITU തകരുമോ എന്നുള്ള ഭയം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളൊരു രഹസ്യം. ആ ഒരു ഒറ്റ ഈർഷ്യതയാണ് ഇതിന്റെ കാരണം. എന്തിനിങ്ങനെയൊക്കെയുള്ള ഇത് കാണിക്കുന്നു? നമുക്ക് ഒരു മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ അവസാന നിമിഷം 1800 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ആശാ വർക്കർമാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിയമസഭയിൽ. അതായിരിക്കും കാര്യം. ഇതുവരെ ഈ മുഖ്യമന്ത്രി കാണാൻ അനുവദിച്ചിട്ടില്ല സംസാരിക്കാൻ. നിങ്ങൾക്കറിയോ, ആശാ വർക്കർമാരെ പ്രതിനിധികൾ വീണ ജോർജിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് വീണ ജോർജിൻ്റെ ഭർത്താവാണ് ജനൽ വഴി തലയിട്ടിട്ട് പറഞ്ഞത് മന്ത്രി ഇവിടെ ഇല്ലെന്ന്. വീണ ജോർജ് ആര്? രാജ്ഞിയാണ്. ഈ കാണുന്ന നമ്മുടെ കാശും കൂടെ കൊടുത്തല്ലേ ഈ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസും പണ്ടാരവും ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കണേ. അതൊക്കെ അവർ മനസ്സിലാക്കുന്നത്. വീണ ജോർജ് ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നാണ്. അവരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ആ അമ്മയുടെ പ്രാക്ക് നമ്മൾ കണ്ടു. ആ രംഗം, ആ അമ്മയുടെ പ്രാക്ക്, ആ കരച്ചിൽ സ്ത്രീകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും കണ്ണടച്ച് പ്രാകുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? അതിന് എനിക്കൊന്നുകൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത്ര കണ്ടവർക്ക് വിഷമമുണ്ടായി. ആ വിഷമമാണ് നമ്മൾ കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ, താങ്കൾ ഇത് കാണണം, താങ്കളുടെ കണ്ണ് തുറക്കണം, താങ്കൾ ഒരു മനുഷ്യനാകണം എന്നാണ് ആ സ്ത്രീ പറയുന്നത്.